ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉന്നത വിജയം ലഭിക്കാനും അതിൽ നമ്മളാണ് സക്സസ്സിലേക്ക് എത്തേണ്ടത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനിക്കാനും അതിനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടാനും കാരണമാകും. രഹസ്യങ്ങളുടെ കലവറ തുറക്കാനും ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുൻഗണന ലഭിക്കാൻ മറ്റുള്ളവരെക്കാളും നമുക്കൊരു കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന ഒരു ഫീൽഡാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് അത്തരം വിഷയങ്ങളാണ് പലപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം സന്ദർഭത്തിൽ നമുക്കതിൽ ഉന്നതിയിലെത്താൻ കാരണമാകുന്ന ഒരു ഇസ്മുണ്ട്. അത്ഭുതകരമായ ഇസ്മാണ്. സകല രഹസ്യങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെടും. ഈ ഒരു ഇസ്മിൻ്റെ അതനുസരിച്ച് ഇത് ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഈ ഇസ്മിന് മറ്റു ചില പ്രത്യേകതകൾ കൂടെയുണ്ട്. നമ്മൾ നല്ല മധുര പലഹാരങ്ങളിലോ സാധനങ്ങളിലോ ഒക്കെ ഇത് 9 തവണ ചൊല്ലിയിട്ട് അതവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവരുദ്ദേശിക്കുന്നവർ അവരുടെ കീഴിൽ വഴിപ്പെട്ട് വരാൻ കാരണമാകും. അപ്പോൾ മക്കളൊക്കെ പറഞ്ഞനുസരിക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട്. പലരും പരാതി പറയാറുണ്ട് അത്തരം വിഷയങ്ങൾ. നമ്മുടെ മക്കളൊക്കെ സൽവഴിയിലേക്ക് വരാൻ ഈ ഇസ്മ നമുക്ക് ആ രൂപത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ പരിശുദ്ധമായ ചില ഇസ്മുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം നമുക്കിത് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് എല്ലാ വിഷയത്തിനും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവരെ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് അൽ മുഖദ്ദിം എന്ന് പറയുന്ന ഇസ്മ. അൽ മുഖദ്ദിം എന്ന് പറയുന്ന ഇസ്മിൻ്റെ സവിശേഷത തന്നെ എന്താണെന്നറിയോ? നിസ്തുലമായ നാമങ്ങളിലൊന്നാണ് അൽ മുഖദ്ദിം എന്ന് പറയുന്നത്. മുന്നിലാക്കുന്നവൻ, അഭിവൃദ്ധിപ്പെടുത്തുന്നവൻ എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ നമുക്ക് അർത്ഥം ചെറിയ രൂപത്തിൽ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ ഇങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ആ ഒരു ഔസാഫുകൾ, ആ വിശേഷ ഗുണങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അടുപ്പിക്കുകയും അകറ്റുകയൊക്കെ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ആരെയെല്ലാമാണോ അള്ളാഹു സൃഷ്ടിച്ചത്, അടുപ്പിച്ചത്, അവൻ മുൻനിരയിലായിരിക്കുന്നു.
അവർ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചവരാകുകയും ചെയ്തിരിക്കുന്നു. മലക്കുകൾ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ അവർ മുൻനിരയിലേക്ക് വന്നു. അടുത്ത സ്ഥാനം അമ്പിയാക്കൾക്കാണ്, അത് കഴിഞ്ഞിട്ട് വലിയകൾക്കാണ്, പിന്നെ ആലിമീങ്ങൾക്കാണ്. അപ്പോൾ ഇത് മുന്തിക്കാനും പിന്തിക്കാനുമുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ആരെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് മുന്തിക്കേണ്ടത് പിന്തിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഖദർ ഖലാഉമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദാസന്മാരായ അടിമകൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ചുമതല നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. ഓരോ ഇസ്മും നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അൽ മുഖദ്ദിം എന്ന് പറയുന്ന ഈ ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? സൽപ്രവർത്തനങ്ങളിൽ, നന്മ പ്രവർത്തനങ്ങളിൽ എല്ലാം നമ്മൾ മുൻനിരയിൽ നിൽക്കണം. നമ്മൾ ബാക്കോട്ട് അടിക്കാൻ പാടില്ല. നമ്മളെല്ലാ മേഖലകളിലും മറ്റുള്ളവർക്ക് സാന്ത്വനവും ആലംബവുമായിട്ട് മുൻനിരയിലേക്ക് വരണം എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു ആശയം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ആദരണീയരായ മഹാവ്യക്തികളെ പിന്തുടർന്ന് നമ്മൾ ജീവിക്കുക. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച് മുഖദ്ദിമീങ്ങളായ മുത്തഖദ്ദിമീങ്ങളായ മുൻഗാമികളായ ആളുകൾ, അവരോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കുക. ഇതൊക്കെയാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഇസ്മ അനേകം രഹസ്യങ്ങളുടെ ഖജാനയാണ്. എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെടേണ്ടി വരുമോ എന്ന ഭീതി അകലാൻ ഈ ഇസ്മ നമുക്ക് കാരണമാകുന്നതാണ്. കാരണം ഈ ഇസ്മ നമ്മളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. എല്ലാ വിഷയങ്ങളിലും പരാജയപ്പെടുക എന്നുള്ളൊരു ഭീതി ആർക്കാണ് ഉണ്ടാവുക? അതിങ്ങനെ പിന്തള്ളി ചിന്തിക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇസ്മ ചൊല്ലുമ്പോൾ നമുക്കൊരു ഭയം ഏതുമില്ലാതെ ഏത് വിഷയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു തോക്കത്ത്, ഹിമ്മത്ത്, ഖുവത്ത്, ഖുദ്റത്ത് ഇതൊക്കെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ചേർത്ത് വെക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ ഉസ്താദ് പറയുന്ന എല്ലാ ഇസ്മുകളും എപ്പോഴും ചൊല്ലുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമുക്ക് എന്നും ചൊല്ലാൻ സാധിച്ചോളണമെന്നില്ല. നമ്മളൊരു സമയം കണ്ടെത്തിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഓർമ്മയുള്ളതൊക്കെ ചൊല്ലുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫലം ലഭിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. നമ്മൾ മുമ്പ് ഇതേപോലെ ചില വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന ഒരു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ, ഉസ്താദ് പറയുന്ന വീഡിയോസുകളെല്ലാം അതിൽ എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന് ബോധ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ഡയറിയിലേക്ക് എഴുതി വെച്ച് തിങ്കളാഴ്ച ദിവസം ഞാൻ ഇത് ചൊല്ലും, ഈ ആയത്ത് തിങ്കളാഴ്ച ഓതും, ഈ ഇസ്മ തിങ്കളാഴ്ച ചൊല്ലും, ഈ ദിക്ർ ഞാൻ തിങ്കളാഴ്ച ചൊല്ലും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചൊവ്വാഴ്ചത്തേക്ക് വേറൊരു ലിസ്റ്റ് ഉണ്ട്, ബുധനാഴ്ചത്തേക്ക് വേറെ ലിസ്റ്റ് ഉണ്ട്, വെള്ളിയാഴ്ചക്ക് ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ വരെ അത് കണ്ടപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുകയാണ്. കാരണം അവർ ചെയ്ത ആ ഒരു കാര്യം നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ ഓരോ ദിവസവും മഗ്‌രിബ് ആയി കഴിഞ്ഞാൽ ആ ഡയറി ഓപ്പൺ ചെയ്യും. ഇന്ന് തിങ്കളാഴ്ചയാണ്, അപ്പോൾ ഇന്ന് ഇതാണ് ചൊല്ലാനുള്ളത്. ഒരു കൃത്യമായ ഷെഡ്യൂൾ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും അവരതിങ്ങനെ ചൊല്ലുകയും ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. കാരണം ചെറിയൊരു കാരണക്കാരനാകാൻ നമുക്ക് കഴിഞ്ഞല്ലോ. നമുക്കതൊരു പ്രചോദനമാവുകയും ചെയ്തു. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവർ ഒരുവിധം എല്ലാം ഹദാദ് റാത്തിബ് ചൊല്ലുന്നുണ്ട്, വിർദുൽ ലത്തീഫ് ചൊല്ലുന്നുണ്ട്, സൂറത്ത് യാസീൻ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട ഖുർആനുകളും ആയത്തുകളും ഹദീസുകളൊക്കെ ഓതുന്നതിന് പുറമെ അവർ ഓരോ ആഴ്ചയിലും ചെല്ലേണ്ടത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അള്ളാഹു അവർക്കും നമുക്കൊക്കെ വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഇസ്മുകളൊക്കെ പറയുമ്പോൾ ഇത് ഞാനെപ്പോഴാണ് ചൊല്ലുക, കുറേ ചൊല്ലുന്നുണ്ടല്ലോ. ഇതൊക്കെ ചൊല്ലാൻ കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഇസ്മിൻ്റെ അദദ് എന്ന് പറയുന്നത് 200ൻ്റെ ഉള്ളിലാണ്. ഞാനതിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഈ അദദ് അനുസരിച്ച് ചൊല്ലാൻ നമുക്ക് ആവശ്യം വരുന്ന 3 മിനിറ്റാണ്. അതിനുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് ചൊല്ലാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾക്ക് അത്ഭുത ശക്തികളുണ്ട്. എല്ലാ ഇസ്മുകൾക്കുണ്ട് ഓരോന്നിനും. അപ്പോൾ നമ്മളിങ്ങനെ ഭീതിപ്പെട്ട് നടങ്ങുകയാണ്. എന്നാൽ നമുക്കിത് ചൊല്ലാവുന്നതാണ്. ഇത് മുടങ്ങാതെ ചൊല്ലുന്നവർ അവർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയും അവർ എന്തെങ്കിലും വിഷയത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇറ്റ്സ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇങ്ങനെ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ ഒരു തർക്കത്തിലിരിക്കുകയാണ്, നമുക്കതിൽ വിജയം കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ്. ആ ദുഃഖവും വിഷമങ്ങളൊക്കെ തീർന്നിട്ടാൻ അത് കാരണമാകുന്നതാണ്. ആരെങ്കിലൊക്കെ നല്ല മധുര സാധനങ്ങളിലൊക്കെ ഇത് 9 തവണ ചൊല്ലിയിട്ട് അത് ഊതിയിട്ട് നമ്മൾ ആ ഉദ്ദേശിച്ചയാൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഭക്ഷിച്ച് കഴിഞ്ഞ് അതിങ്ങനെ കുറച്ചധികം സമയം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വഴിപ്പെട്ട് വരും എന്നുള്ളതാണ്.
പലപ്പോഴും പലരും പറയാറുണ്ട്, ഉസ്താദിൻ്റെ മോന് രാത്രി 2 മണിക്കാണ് ഉറങ്ങുക, രാവിലെ 9 മണിയാവും എഴുന്നേൽക്കാൻ, സുബഹി നിസ്കാരം കുറേ കാലമായിട്ടില്ല, പോത്തുപോലെ വളർന്നിന് എന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. തീരെ പറഞ്ഞനുസരിക്കുന്നില്ല. ഞാൻ ആ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല. അതൊരു ക്രിസ്ത്യൻ കുട്ടിയുമായിട്ടാണ് പ്രണയത്തിലായിട്ടുള്ളത്. ഉസ്താദ് എന്താ ചെയ്യുക? ലഹരിക്കൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയിട്ട് എപ്പോഴും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇസ്മ തന്നെയാണത്. നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ ചൊൽപ്പടിക്ക് കീഴിൽ വരാൻ ഇസ്മ കാരണമാകും. 1-2 തവണ മാത്രമല്ല, നമ്മളിത് ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക. ദിനം പ്രതി ഈ ഇസ്മ ധാരാളം ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഖുദ്റത്തിൻ്റെ പ്രപഞ്ചത്തിൽ അയാൾക്ക് സ്വാധീനം നൽകുമെന്നുള്ളതാണ്. അയാൾ ഉദ്ദേശിക്കുന്നതോടൊപ്പം അയാൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യങ്ങളും അള്ളാഹു വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ ഇസ്മ കാരണമാകുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മറ്റൊരാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അയാളെ മനസ്സിൽ കരുതിയിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, എൻ്റെ മോൻക്കൊരു ജോലി ആവണമെന്ന് ഏതെങ്കിലും ഒരു ഉമ്മയോ ഉപ്പയോ വിചാരിക്കുന്നു. എന്നാൽ മോനെ മനസ്സിൽ കരുതിയിട്ട് യാ മുഖദ്ദിമു യാ അല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക, ചൊല്ലുക. ഈ ഇസ്മിൻ്റെ അതനുസരിച്ചൊക്കെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ, കുറേ സമയം അങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയാണ് ചില മിറാക്കിൾസ് അവിടെ സംഭവിക്കും. അവന് ജോലി കിട്ടുമെന്ന് മാത്രമല്ല, ജോലി കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവനക്ക് കിട്ടാവുന്ന ജോലി ഏതാണെന്നും, നിനക്ക് നല്ലൊരു ജോലി കിട്ടും, ഞാനത് മനസ്സിൽ കാണുന്നുണ്ട് എന്ന് ആ ഉമ്മക്കും ഉപ്പക്കും ഒക്കെ മോൻക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വരെ നല്ലൊരു കശ്ഫ് അവൻ്റെ ഹൃദയത്തിലേക്ക് കാര്യങ്ങൾ വരാനൊക്കെ കാരണമാകും. പക്ഷെ ആ ഒരു സ്ഥാനത്തേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. എല്ലാ ദിവസവും ചുരുങ്ങിയത് 1 തവണയോ 3 തവണയൊക്കെ ചൊല്ലുന്നവരും, അസ്മാഉൽ ഹുസ്നയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ റിയാള പൂർത്തിയാക്കി വിട്ടിയവരൊക്കെ ആണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ മഹത്വത്തിനെ കുറിച്ച് പറയും വേണ്ട. ഇസ്മുൽ ആളമിൻ്റെ 2 അക്ഷരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയ മഹത്വമുണ്ട്. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ഏതു വിഷയങ്ങളും തുറന്നിട്ടാൻ കാരണമാകും. ഇതിൻ്റെ ആദത് എന്ന് പറയുന്നത്, നമ്മൾ മീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുഖദ്ദിം എന്ന് പറയുമ്പോൾ മു ഖ ദി മ് 4 അക്ഷരങ്ങളുണ്ട്. മീം 40 ഖാഫ് 100, അപ്പോൾ 140. പിന്നെ ദാല് 4, മീം 40, അപ്പോൾ 184 ഇതിൻ്റെ. ദാല് 4. ഇങ്ങനെ ഇതിൻ്റെ അതത് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ദാല് 4 ഐഡിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ദാലിൻ്റെ അറബി അക്ഷര മൂല്യം 4. തിരിയാനൊരു മാർഗ്ഗമുണ്ട്. ദാല് 4. ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിലും ഒന്ന് എഴുതി അറിയിക്കും. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.